ഈശ്വര, ആ കാലമാടനാണല്ലോ വരുന്നത്. അതെ, ഇന്നത്തെ ദിവസം നല്ല ഓർമ്മയുണ്ടല്ലോ എല്ലാവർക്കും. ഒന്നുകിൽ എന്റെ കാശ്, അല്ലെങ്കിൽ ഈ വീട്. എന്റെ കാശ് എവിടെ? മോനെ മോനെ തേനയൊന്നും വിളിച്ച് സോപ്പിടാൻ നോക്കണ്ട. മര്യാദയ്ക്ക് കാശെടുക്ക്. ഇല്ലെങ്കിൽ ചട്ടിയും കുട്ടയൊക്കെ എടുത്ത് വലിച്ചെറിഞ്ഞ് വീട് പൂട്ടി ഞാൻ താക്കോലെടുക്കും. ഞങ്ങളോട് ഇത്ര ദയ കാണിക്കുക. ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാം. സുരേന്ദ്രേട്ടൻ എവിടുന്ന കുറച്ച് കാശ് സംഘടിപ്പിക്കാൻ പോയതാ. വന്നാൽ ഉടൻ നിനക്ക് ഞാനത് തരാം. അങ്ങനെ ഇത്രയും മണിയായിട്ട് ഇൻസ്റ്റാൾമെന്റ് വ്യവസ്ഥ പറ്റില്ല. എനിക്കെന്റെ കാശ് മൊത്തം കിട്ടണം. ഞങ്ങൾക്ക് കുറച്ച് അവധിയും കൂടി നടക്കില്ല. ഇനിയൊരു നിമിഷം പോലും നിങ്ങൾക്ക് തരാൻ പറ്റില്ല. അതെ, സാധനങ്ങളെല്ലാം നിങ്ങൾ എടുക്കുന്നോ അതോ ഞാൻ ഇവരെ കൊണ്ട് എടുപ്പിക്കണോ? എല്ലാവരും പുറത്തിടാ. ഒന്നും എടുക്കരുത്. അച്ഛൻ വരട്ടെ, എന്നിട്ട് എന്ത് വേണം തീരുമാനിക്കാം. ഇപ്പൊ ഒന്നും എടുക്കരുത്. അച്ഛൻ വന്നാലും എന്റെ തീരുമാനം മാറാൻ പോകുന്നില്ലടാ. എല്ലാവരും പുറത്തിടാ. വേണ്ട, ഒന്ന് നിൽക്കൂ. ഒന്നും എടുക്കരുതല്ലേ പറഞ്ഞത്. മോനെ വിനോദേ, എന്തു പറ്റിയടാ? എന്താ അച്ഛാ, ആ ഗഗന സംഘവും വന്നിട്ടുണ്ട്. അയാള് നമ്മളെ ഇവിടുന്ന് ഇറക്കി വിടുക. ഇറക്കി വിടാനോ? എത്തിയല്ലോ കുടുംബനാഥൻ. എവിടെ എന്റെ കാശ്? ഇല്ലെങ്കിലേ ഭാര്യ മക്കളെയും കൂട്ടി ഇപ്പൊ എവിടുന്ന് ഇറങ്ങണം. ഞാൻ പറയുന്നത് എന്തായി സുരേന്ദ്രേട്ടാ? പോയ സ്ഥലത്ത് നിന്ന് കാശ് കിട്ടിയോ? ആ നിപ്പ് കണ്ട അറിയില്ലേ സംഗതി ഗോവിന്ദയാണെന്ന്. അതെ, ഇവിടുന്ന് ഓരടി മുന്നോട്ട് വെക്കണമെങ്കിൽ ഗഗന്റെ കാശ് രൊക്കം കിട്ടണം. അല്ലെങ്കിൽ താൻ ഇവിടെ ഈ മുറ്റത്ത് നിന്നാ മതി. ഞങ്ങളകത്തുനിന്ന് സാധനം ഇങ്ങോട്ട് എത്തിക്കാം. ഒരല്പ സാവകാശം കൂടി. ശബ്ദിച്ചു പോകരുത് ഇനി ആ വാക്ക്. സാവകാശം തന്നു നിങ്ങളെല്ലാരും കൂടെ ഗഗനെ ഭേഷാട്ടങ്ങൾ സൽക്കരിച്ചില്ലേ? പറഞ്ഞുറപ്പിച്ച പെണ്ണിനെ വേറൊരുത്തിന് കെട്ടിച്ചു കൊടുത്തിട്ട് അത് ഞങ്ങളുടെ അറിവോ സംഭവത്തോടു കൂടി നടന്നതല്ലല്ലോ മോനെ. നീ ഒന്ന് ക്ഷമയോടെ ഇരുന്ന അവളെ നിനക്ക് ഞങ്ങൾ കെട്ടിച്ചു തരാം. അയ്യോ, ഇനി അതിന് നിങ്ങളുടെ സഹായമൊന്നും വേണ്ട. അല്ലാതെ തന്നെ അത് ചെയ്യാൻ എനിക്കറിയാം. അവള് ഗഗന്റെ കൂടെ ജീവിക്കുന്ന കാണാൻ കാത്തിരുന്ന തന്തേ മക്കളും. അതേ, തറവാട്ടമ്മയുടെ ബാണ്ടം നമുക്ക് കിട്ടിയിട്ടുണ്ട്. കൊടുത്തേക്കല്ലേ? നമുക്കെന്തിന്? കൊടുത്തേക്ക്. എന്നിട്ട് വീട് പൂട്ടി താക്കോലെടുക്ക് വിക്രമേട്ടാ. മര്യാദയ്ക്ക് എല്ലാം എടുത്തോണ്ട് സ്ഥലം വിട്ടോണം.
ഇനി ഈ വീടിന്റെ മുറ്റത്ത് നിങ്ങളെ കണ്ടുപോകരുത്. അയ്യോ എന്റെ ദൈവമേ, എങ്ങനെ കഴിഞ്ഞിരുന്നൊരു വ്യക്തിയാ ഞാൻ. എന്റെ പിള്ളേരുടെ അവസ്ഥ കണ്ടില്ലേ? ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ പെരുവഴിയിൽ അലയേണ്ട അവസ്ഥ വന്നല്ലോ എനിക്ക്. അമ്മേ ഒന്ന് പതുക്കെ പറ, ഇത് റോഡാ. എന്തിനടി പതുക്കെയാക്കുന്നേ? റോഡ് വക്കി തുണിയും വിരിച്ച് അന്ത്യം ഉറങ്ങാൻ വിധിച്ചിട്ടുള്ളവരാ നമ്മള്. നമുക്കിനി എന്ത് മാനാഭിമാനമാ ഉള്ളത്? ഇന്ദുമതി, ഞാൻ ജീവനോടുണ്ടെങ്കില് നിനക്കും മക്കൾക്കും പെരുവഴിയിൽ അന്തിയുറങ്ങേണ്ട ഗതികേട് വരില്ല. എന്നെ ഒന്ന് വിശ്വസിക്ക്. നിങ്ങളെയും നിങ്ങളുടെ പുന്നാര മോളെയും വിശ്വസിച്ചിട്ടാ ഇപ്പൊ ഈ അവസ്ഥയിൽ എത്തിയത്. മര്യാദയ്ക്ക് അവളെ ഗഗന് കെട്ടിയിരുന്നെങ്കിൽ സ്വന്തം കുടുംബം നഷ്ടപ്പെടുമായിരുന്നോ നമുക്ക്? അമ്മയൊന്ന് അടങ്ങ്. ഇനിയിപ്പോ ഇതൊക്കെ പറഞ്ഞിട്ട് എന്തിനാ? എടാ പറയൂടാ, ഞാൻ പറയും. എനിക്ക് സങ്കടം ഉള്ളോണ്ടാ. സ്വർണ്ണാന്നും പറഞ്ഞ് കരിങ്കല് കൊണ്ടുവന്ന ആ കിളവി തള്ളയില്ലേ, അവന് പിന്നെ ആ വിദ്യാമയും കൂടി ചേർന്നാ ഇതെല്ലാം ഒപ്പിച്ചു വെച്ചത്. അവര് പറഞ്ഞില്ലായിരുന്നെങ്കി ദേവൂട്ടി ഒരിക്കലും ആ സന്ദീപിനെ കെട്ടില്ലായിരുന്നു. നമ്മളെ പറഞ്ഞുറപ്പിച്ച കല്യാണവും മര്യാദയ്ക്ക് നടന്നേന്. ഇപ്പൊ കടിച്ചത് പിടിച്ചതും ഇല്ലാതെ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞു നടക്കേണ്ടി വരൂലായിരുന്നു. അമ്മയോട് പറഞ്ഞതൊന്നും അടങ്ങാൻ. ഇനിയിപ്പൊ നിങ്ങൾ പറയുന്നത് കേട്ട് പഞ്ചപുച്ച അടക്കി നിൽക്കണമല്ലോ.